പാസ്പോർട്ട്, പാൻ കാർഡ്, ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും അടുത്തോ? എങ്കിൽ ഇനി അത് വേണ്ട. എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു. എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ. ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക. കോൺടാക്ട് നമ്പർ 8330846476 9895549683. നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് AITUCയുടെ സമുന്നതനായ നേതാവ് KB ഹനീഫാണ്. സ്വാഗതം. മട്ടാഞ്ചേരിയുടെ രാഷ്ട്രീയ ചരിത്രമെടുത്താൽ, അല്ലെങ്കിൽ CPI എന്നൊരു പാർട്ടിയുടെ ചരിത്രമെടുത്താൽ KB ഹനീഫിന്റെ മുഖമാണ് ഓർമ്മ വരിക. പക്ഷെ ഇന്ന് CPI എന്ന രാഷ്ട്രീയത്തിൽ നിന്ന് മുഖം തിരിച്ചു നിൽക്കുന്ന പോലെയാണ് കാണപ്പെടുന്നത്. എന്തുകൊണ്ട്? CPI ഏറ്റവും നല്ല പാർട്ടിയാണ്. രാഷ്ട്രീയ രംഗത്ത് CPIയുടെ നിലപാടുകൾ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴും. പിന്നെ മുഖം തിരിഞ്ഞു നിൽക്കുന്നത് എന്താണ് എന്നുള്ള ചോദ്യം, ഞാൻ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും നേരിട്ടിട്ടുള്ളതാണ് പാർട്ടിക്കകത്ത്. പുറത്തങ്ങനെ വിഷമമൊന്നും എനിക്കുണ്ടായിട്ടില്ല. പാർട്ടിയുടെ പല സമുന്നത നേതാക്കന്മാരുമായിട്ട് ഏറ്റുമുട്ടുകയും വർത്താനം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അത് തന്നെയാണ്. അതിലൊന്നും മാറ്റം ഇതുവരെയും വരുത്തിയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മുഖം തിരിഞ്ഞു നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം ഒരു കേന്ദ്രമന്ത്രിയായിരുന്ന KV തോമസ് ലോകത്താദ്യമായി ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു ബസ് സുരക്ഷാ ബില്ല് അവതരിപ്പിച്ചു. ലോകത്താദ്യമായിട്ട് ഒരു ബില്ല് വരുന്നത് അതാണ്. അതിനെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം ആദ്യം എതിർത്തെങ്കിലും പിന്നീട് ഐക്യകണ്ഠേനയാണ് ആ ബില്ല് പാസ്സാവുന്നത്. ആ ബില്ലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുകയും കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ കൊച്ചിയിലെ പത്രക്കാരും എല്ലാം കൂടി അദ്ദേഹത്തിന് ഒരു പൗരസ്വീകരണം കൊടുക്കണമെന്ന് ആലോചിച്ചു. അപ്പോൾ അതിൻ്റെ സ്വാഗത സംഘം രൂപീകരണ യോഗം ആര് വിളിക്കും എന്നുള്ളതിനെ കുറിച്ചായിരുന്നു ചർച്ച. അപ്പം അത് KB ഹനീഫും മജീന്ദ്രൻ എന്ന് പറഞ്ഞ സാമൂഹ്യ പ്രവർത്തകനാണ്, നമ്മുടെ സഹപ്രവർത്തകൻ കൂടി വിളിക്കട്ടെ. അങ്ങനെ യോഗം എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, ഇതൊരു എന്തൊക്കെയായാലും കൊച്ചിയുടെ ഒരു പുത്രനാണല്ലോ KV തോമസ്. അദ്ദേഹത്തോട് രാഷ്ട്രീയമായിട്ട് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും. ഞാൻ അദ്ദേഹത്തെ ശക്തമായിട്ട് എതിർത്തിട്ടുള്ള ആളാണ്. പേര് വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ പേര് വെച്ച് യോഗം വിളിച്ചു. യോഗത്തിൻ്റെ തലേന്ന് അന്നത്തെ ജില്ലാ സെക്രട്ടറി സഖാവ് കുമാരൻ, അദ്ദേഹം ഞാനും തമ്മിൽ ഒരുപാട് സഹപ്രവർത്തകരാണ്. അദ്ദേഹം AIYFൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഞാൻ AIYFൻ്റെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞ്, ഇങ്ങനെ ഒരു നോട്ടീസ് കണ്ടല്ലോ, അതിനെതിരായിട്ട് നോട്ടീസ്. ഞാൻ പറഞ്ഞു, അത് ഞാൻ ചെയ്യില്ല. എന്നാൽ യോഗത്തിൽ പങ്കെടുക്കുന്നത് അത് ചെയ്യാം. അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ കാനൻ രാജേന്ദ്രൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനൊരു കേട്ടല്ലോ, നീ ആ യോഗത്തിൽ പങ്കെടുക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. ആ യോഗം നടക്കുമ്പോൾ ഞാൻ എറണാകുളത്താണ്. അതൊരു ഗൂഢാലോചനയാണ്. അന്ന് സെക്രട്ടറി ആയിരുന്നത് TK ഷബീബ് എന്ന് പറഞ്ഞ കുഞ്ഞാലിയുടെ മകനാണ്. കുഞ്ഞാലിയുടെ മകൻ ഷബീബിന് എന്തോ ഒരു പ്രതികാരം എന്നോടുണ്ടായിരിക്കാം. അദ്ദേഹത്തിന് CPIയോടൊരു പ്രതികാരമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പിതാവിനോട് CPI കാണിച്ച ചില നിലപാടുകൾ. എനിക്കൊരു ഷോക്ക് ഹൗസ് നോട്ടീസ്, ഞാനത് വായിച്ച് എനിക്ക് ചിരിയാണ് വന്നത്. ഒരു നോട്ടീസ് കിട്ടിയതിന് മറുപടി കൊടുത്ത് അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് എല്ലാ ചട്ടങ്ങളനുസരിച്ചിട്ടല്ല ഒന്നും ചെയ്തത്. അത് ചില ആളുകളുടെ ഗൂഢാലോചനയുടെ ഫലമായിട്ട്, അതായത് ആ ഒരു പരിപാടി പങ്കെടുത്തുമില്ല, ശരിയായ വിശദീകരണം കൊടുക്കുകയും ചെയ്തു, പക്ഷെ കൊടുത്തില്ല. സ്വീകരണം കൊടുത്തു, പക്ഷെ ഞാനും അതിനകത്ത് പങ്കെടുത്തില്ല. ഇതിന്റെ വിശദീകരണം ഷോക്ക് ഹൗസ് നോട്ടീസിന്റെ വിശദീകരണത്തിന് മറുപടി അയക്കുന്നതിന് മുമ്പ് പിറ്റേ ദിവസം പത്രത്തിൽ എന്നെ പുറത്താക്കിയെന്നും പറഞ്ഞ് ചെറിയ ഒരു കോളം. പത്രക്കാർക്ക് എന്നെ അറിയാലോ,
മനോരമയിലാണ്. ഇന്നും ആ നടപടി തിരുത്താൻ തയ്യാറായിട്ടില്ലേ CPI? അത് ഒന്ന് കൊച്ചിയിൽ ഇപ്പൊ CPI ഉണ്ടോന്ന് എനിക്കറിയില്ല സത്യത്തിൽ. കാരണം ഞാനതൊക്കെ ആ കോമ്പാതമുക്കിലൊരു ബോർഡ് കണ്ടു, ഒരു ബ്രാഞ്ച് സമ്മേളനത്തിൽ നടക്കുന്നുണ്ടെന്നൊക്കെയാണ് പറയണത്. പക്ഷേ എത്രമാത്രമാണ് എന്നുള്ളത് അറിയില്ല. CPI എന്ന് പറയുന്ന ഒരു പാർട്ടി കൊച്ചിയിലില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പത്തെ CPI കൊച്ചിനെ വിലയിരുത്താൻ പറയുമ്പോ സഖാവിന്റെ ഒരു പ്രതികരണം എന്തായിരിക്കും? വിലയിരുത്താൻ പറയുമ്പോൾ CPIയുടെ ഈ പാർട്ടിയിൽ നിന്ന് ആരും പോയിട്ടില്ല, എല്ലാവരും ഉണ്ട്. പലവരും എന്നെ കാണും, വർത്താനം പറയും, അവരെല്ലാം എന്നോട് പറയാറുണ്ട് ഒന്ന് വിളിച്ചു കൂട്ട് എന്ന് പറയും. പക്ഷേ ജില്ലാ നേതൃത്വത്തോടും സ്റ്റേറ്റ് നേതൃത്വത്തോടും ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടും അവർക്കൊന്നും ഒരു താല്പര്യമില്ലാത്ത കാര്യത്തിൽ ഞാൻ എന്തിനാണ് ഇനി ഇതിൻ്റെ പുറകിൽ നടക്കുന്നത്? ഇപ്പം തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ഏറ്റവും അസംഘടിത മേഖലയിലെ തൊഴിലാളികളാണ് സെക്യൂരിറ്റി തൊഴിലാളികൾ. ആരുമില്ല അവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട്. അപ്പം ആ തൊഴിലാളികളെ ഞാൻ കേരളത്തിലൊട്ടാകെ സഞ്ചരിച്ച് അതിനെന്നെ പ്രോത്സാഹിപ്പിച്ചത് KC മാത്യു, എടപ്പള്ളി കേസിലെ 1-ാം പ്രതിയായ മാത്യു സാറും AITUCയുടെ അഖിലേന്ത്യാ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന ചിത്തനും K രാജനും എല്ലാം ട്രേഡ് യൂണിയൻ രംഗത്തേക്ക് എന്നെ പ്രോത്സാഹിപ്പിച്ചത്. അതിൻ്റെ ഫലമായി ആ തൊഴിലാളികളെ സംഘടിപ്പിച്ച് കേരളത്തിലെ ഒരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനൊരുപാട് സഖാക്കളുടെ സഹകരണം എനിക്കുണ്ടായിട്ടുണ്ട്. സഖാവ് വിനോദ് വിശ്വത്തിൻ്റെ സഹകരണം, അദ്ദേഹത്തെ ഈ രംഗത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത് ഞാനാണ്. അദ്ദേഹം ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഞാൻ ഈ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട്. ഞാനിപ്പോൾ 23 വർഷക്കാലം ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് തുടരുകയാണ്. ഇപ്പം ഞാൻ കണ്ടിജൻസി ജീവനക്കാരുടെ യൂണിയൻ, കൊച്ചിൻ സിറ്റി കോർപ്പറേഷൻ വർക്കേഴ്സ് യൂണിയൻ 1950 യൂണിയനാണ്. K രാജനും ചടയമുറിയും റോക്സ് ഫെർണാണ്ടസും തുടങ്ങിയ ഒട്ടനവധി മഹാരഥന്മാരിരുന്ന കസേരയിലാണ് ഇപ്പം ഞാൻ ഇരിക്കുന്നത്. എനിക്കതിനകത്ത് അഭിമാനമുണ്ട്. ഞാൻ അതിൻ്റെ ഓൾ കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റാണ്. അപ്പൊ ഇപ്പൊ പറഞ്ഞില്ലേ അസംഘടിതമായിരിക്കുന്ന തൊഴിലാളികൾ, അവരുടെ ശബ്ദമാകാൻ കഴിയുമ്പോൾ എന്താണ് സഖാവിന് തോന്നുന്നത്? അതിലെനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. അവർക്ക് വേണ്ടി വർത്താനം പറയാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും എന്നെ കൊണ്ടാകാവുന്ന ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളൊരു മനസ്സിന് വലിയ സന്തോഷം ഉണ്ടാവാറുണ്ട് എനിക്ക്. ഞാൻ തൊഴിലാളികളുടെ പണ്ട് തൊഴിലാളി നേതാക്കന്മാർ പറയുന്നത് തൊഴിലാളി കേൾക്കും. ഇപ്പോൾ തൊഴിലാളി പറയുന്നത് നേതാക്കന്മാർ കേൾക്കേണ്ട അവസ്ഥയാണ്. അങ്ങനെ ആയിത്തീരാൻ കാരണം എന്താ? ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിലുണ്ടായിട്ടുള്ള വീഴ്ചയാണ്. ഞാനെപ്പോഴും കമ്പനിക്കാരുമായിട്ടോ മുതലാളിമാരുമായിട്ട് ചർച്ചയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് പോകാറില്ല. ആ രംഗത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളെയും വിളിച്ചിട്ടാണ് പോവാറ്. ഇന്നതല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആശാവർക്കർമാരുടെ സമരത്തെക്കുറിച്ച് CITUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം പറഞ്ഞു, അത് സംഭാവന പാട്ട കൊണ്ട് സംഭാവന പിരിക്കുന്നവരാണ് ആ സമരം നടത്തുന്നത്. നമ്മൾ പാട്ട കൊണ്ട് സംഭാവന പിരിച്ചാണ് ഈ പാർട്ടി ഇങ്ങനെ ആയത്, ഈ നിലവിലെത്തിയത്. ഇന്നിപ്പോൾ പാർട്ടിയൊന്നും വേണ്ടല്ല, ബക്കറ്റും വേണ്ട, ഫോണിൽ വിളിച്ചു പറയുന്നു, ലക്ഷങ്ങൾ വരുന്നു. അതാണ് ഇന്നത്തെ അവസ്ഥ. തത്വത്തിൽ പലവരും പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും അതൊന്നുമല്ല. ഇത് ആർഭാടമായിട്ടാണ് സമ്മേളനങ്ങൾ നടക്കുന്നത്. എന്താർഭാടമാണ്! ആ കാശുണ്ടെങ്കിൽ ഒരു പാവപ്പെട്ട തൊഴിലാളിക്ക് ഒരു വീട് വെച്ച് കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്താൽ സമ്മേളനം നടത്തേണ്ടതെന്നല്ല ഞാൻ അതിൻ്റെ ആർഭാടം കുറക്കണം. എന്നിട്ട് ആ കാശ് സ്വരൂപിച്ച് ആ പാർട്ടിക്കകത്തുള്ള ആ യൂണിയനിലുള്ള ഏറ്റവും വിഷമം അനുഭവിക്കുന്ന തൊഴിലാളികൾക്ക് എന്തെങ്കിലും സഹായം ചെയ്താൽ എന്തൊരു ഗുണമായിരിക്കും കിട്ടുക. പക്ഷെ ഇന്നതില്ല. ഇന്ത്യ രാജ്യത്തെ തൊഴിലാളികൾ ഈ CITയും AITUC എന്നാണ് CITU പോകുന്നത്. അതിൻ്റെ ഫലം ആർക്ക് കിട്ടി? തൊഴിലാളി വർഗത്തിനൊരു ഗുണം കിട്ടിയില്ല. 50 വർഷം തൊഴിലാളികൾ പിന്നോട്ട് പോയി.
അതിന്റെ ഫലം കിട്ടുന്നത് കോർപ്പറേറ്റുകൾക്കും മുതലാളിമാർക്കും. അതായത് ഇപ്പൊ സഖാവ് പ്രവർത്തിക്കുന്ന മേഖലയാണ് AITUC എന്ന് പറയുന്നത്. അതുകൊണ്ട് തൊഴിലാളിക്ക് ഒരു ഗുണവുമില്ല എന്നാണോ പറയുന്നത്? തൊഴിലാളിക്ക് ഗുണമില്ല എന്ന് ഞാൻ പറയണില്ല. തൊഴിലാളികൾക്ക് ഇന്നിപ്പോ എന്താന്ന് പറഞ്ഞാൽ തൊഴിലാളികൾ ഇപ്പോൾ ഒരു 10 കാര്യം ചെയ്തു കൊടുത്താൽ 11ാമത്തെ കാര്യം പറഞ്ഞ് നടന്നില്ലെങ്കിൽ അപ്പൊ അവര് ആ യൂണിയൻ വിട്ട് അടുത്ത പെട്ടിക്കടയിലേക്ക് പോകും. അല്ലെങ്കിൽ സ്വന്തമായിട്ട് വേറൊരു യൂണിയൻ. അല്ല, സ്വന്തമായിട്ടല്ല, അടുത്ത യൂണിയൻ ഏതാണോ അവരെ പോകും. ഇന്ന് നടക്കുന്ന സമ്പ്രദായം അതാണ്. നമ്മൾ 10 കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ചുമരുണ്ടെങ്കിലേ നമുക്ക് ചിത്രം വരക്കാൻ പറ്റുള്ളൂ. കമ്പനികളും ഫാക്ടറികളും തൊഴിൽ സ്ഥാപനങ്ങളും ഉണ്ടായാൽ മാത്രമേ നമുക്ക് അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റൂ. പക്ഷെ ഇന്നത്തെ സ്ഥിതി അതല്ല. ഇന്നിപ്പോൾ എത്ര ദിവസമായി ആശാവർക്കർമാരുടെ സമരം. സത്യത്തിൽ അവരുമായിട്ടൊന്നും ചർച്ച ചെയ്യണ്ടേ? ഈ ഗവൺമെൻറ് LDF ഗവൺമെൻറ് തൊഴിലാളി വർഗ ഗവൺമെൻറ് ആണെന്നാണ് എല്ലാതാണ് പിന്നെ ഗോവിന്ദമാഷ് പറഞ്ഞത്. പക്ഷെ പിന്നെ ഗോവിന്ദമാഷ് തിരുത്തി പറഞ്ഞു. ആദ്യം പറഞ്ഞത് തൊഴിലാളി വർഗ ഗവൺമെൻറ്, പിന്നെ ഏത് ഗവൺമെൻറ്റാണ്? കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അല്ലേ? ഇന്നിപ്പോ ആ തൊഴിലാളികൾ നടത്തുന്ന സമരത്തെ എല്ലാം ഈ ഗവൺമെൻറ് പുച്ഛിച്ച് തള്ളനല്ല ചെയ്യുന്നത്. സർക്കാർ ജീവനക്കാർ പണിമുടക്കി അവരെ വിളിച്ചിരുത്തി വർത്താനം പറഞ്ഞ് ആ സമരം ഒഴിവാക്കേണ്ടതല്ലേ? അതിന് പകരം CPMന്റെ NGO യൂണിയൻകാർ പറഞ്ഞ വെച്ചാൽ കടലാസ് സംഘടന പണിമുടക്കി എന്നാണ്. അങ്ങനെയാണ് കേരളത്തിലെ വില്ലേജ് ഓഫീസുകളും സർക്കാർ ഓഫീസുകളെല്ലാം സ്തംഭിച്ചു ആ ദിവസം. കഴിഞ്ഞ 23-ാം തീയതി 22-ാം തീയതി കൂട്ടായ അത് ആ ഗവൺമെൻറ് ചെയ്ത് ശരിക്കും തെറ്റ്. മാത്രമല്ല ആ സമരത്തിൽ പങ്കെടുത്ത തൊഴിലാളികളുടെ പലവരെയും സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷൻ നടക്കുന്നു. അതും ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്ത്. എങ്ങനെ AITUC ഗവൺമെന്റിനെതിരായിട്ടുള്ള ഗവൺമെന്റ് LDF ഗവൺമെന്റ് ആണെങ്കിലും അതിശക്തമായ പോരാട്ടത്തിലാണ്. കഴിഞ്ഞ 17-ാം തീയതി ജാനുവരി 17-ാം തീയതി കേരളത്തിലെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് ആയിരക്കണക്കിന് തൊഴിലാളികൾ മാർച്ച് നടത്തി. തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം. പക്ഷെ ഏത് സമരം ചെയ്തിട്ടും കണ്ണുറക്കുന്നില്ല. അത് മോഡിയാണെങ്കിലും പിണറായി ആണെങ്കിലും രണ്ടും കണക്കാണെന്നാണ് എൻ്റെ പക്ഷം. വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത്. പക്ഷെ എൻ്റെ തേട്ടം വരല്ലേ എന്നാണ്. LDF ഗവൺമെന്റ് ആണല്ലോ പിണറായി നയിക്കുന്നത്. അതെ, താങ്കളൊരു LDF കാരനാണ്. ഞാൻ LDF കാരനാണ്. LDFനെ വോട്ട് ചെയ്യുള്ളൂ. എൻ്റെ പാർട്ടി ആർക്കാണ് വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യും. എൻ്റെ പാർട്ടി ആർക്കാണ് വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യും. പക്ഷേ ഈ കാഴ്ചകൾ കാണുമ്പോൾ അധികാരത്തിൻ്റെ മസ്ത് തലയിൽ കയറി എന്താണ് കാണിക്കുന്നത്? പണ്ട് കാലങ്ങളിൽ LDF ഒരു തീരുമാനമെടുത്തിട്ടാണ് മന്ത്രിസഭയിലേക്ക് പോവുക. ഇതിപ്പോൾ മന്ത്രിസഭ തീരുമാനിക്കുന്നു, LDF അറിയുന്നില്ല. അങ്ങനെയാണ്. അതല്ലേ ഇപ്പോൾ പാലക്കാട്ടെ മദ്യ ഫാക്ടറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. എടാ, ജനങ്ങൾക്ക് വേണ്ടാത്ത കാര്യത്തെ നമ്മളെന്തിനാന്ന്? ഫാക്ടറി വരുന്ന തൊഴിൽ ഉണ്ടാവണമൊക്കെ ശരിയാ, പക്ഷെ അത് ജനത്തെ ബോധ്യപ്പെടുത്താൻ കഴിയണം. LDFിൽ ചർച്ച ചെയ്യണം. ഇപ്പോൾ റോഡ് കിഫി ഫണ്ട് ഉപയോഗിച്ച് റോഡുകളും കാണകളൊക്കെ നന്നാക്കുന്നു, പാലം നന്നാക്കും, അപ്പം ടോള് പിരിക്കും എന്ന് പറയുന്നു. LDFിൽ ചർച്ച ചെയ്തെന്ന് ആദ്യം LDF കൺവീനർ പറഞ്ഞു, പിന്നെ തിരുത്തി പറഞ്ഞു ചർച്ച ചെയ്തിട്ടില്ലെന്ന്. ഗവൺമെന്റിന് നിലവിൽ ടോളില്ലല്ലോ. ഇല്ല അല്ലേ? വരുമെന്നാണ് പറയുന്നത്. സാമ്പത്തിക ഞാൻ ചോദിക്കട്ടെ, സാമ്പത്തിക ക്രൈസിസ് ഉള്ളപ്പോൾ എന്തിനാണ് ഈ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവർക്ക് ശമ്പള വർധനവ് കൊടുക്കുന്നത്? PSC ചെയർമാൻമാർക്ക്, ജഡ്ജിമാർക്ക്, അവർക്കൊക്കെ ലക്ഷമാണ് ശമ്പളം. ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ കാര്യത്തിൽ ഈ ആശാവർക്കർമാർ, അതുപോലെ വയോവൃദ്ധന്മാരായിട്ടുള്ള വാർഷികകാല പെൻഷൻ, ആശാവർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ വേതനം കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവർക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടാ ആ കാശുകൊണ്ട്? അവരല്ലേ ഏറ്റവും അടിത്തട്ടിലുള്ളവര്. അവരെ സംരക്ഷിക്കണ്ടേ? അവർ നിസ്സാര കാര്യമല്ലേ ചോദിക്കണത്? സാമ്പത്തിക ക്രൈസിസ് ആണെന്നും പറഞ്ഞിട്ട് ഈ PSC ചെയർമാൻമാർക്കും
ഈ ജഡ്ജിമാർക്കൊക്കെ ശമ്പളം വർദ്ധിപ്പിക്കുക, KV തോമസിന് യാത്ര ഭത്ത. എന്താണിത്? ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ സഖാവത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? സർക്കാർ തലത്തിലേക്ക് എത്തുന്ന രീതിയിൽ. ഞാൻ AITUCയുടെ വർക്കിംഗ് കമ്മിറ്റിയിലും ഒക്കെ ഈ കാര്യങ്ങളെ കുറിച്ച് പറയാറുണ്ട്. എന്താ നടപടി അവർ പറയാം? ഒരു നടപടി ഉണ്ടാവില്ല, ഒക്കെ കേൾക്കാന്നല്ലാതെ. ഇപ്പോ കണ്ടിജൻസി ജീവനക്കാരുടെ ശമ്പള വർധന ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രിക്ക് നിവേദനം കൊടുത്തു. ഞാനും ആ നിവേദന സംഘത്തിലുണ്ടായിരുന്നു. അതിന്റെ ഫയല് പോലും നോക്കിയിട്ട് ഒരു ചർച്ചക്ക് പോലും വിളിച്ചിട്ടില്ല. ഏറ്റവും താഴെത്തട്ടിലുള്ള തൊഴിലാളിയല്ലേ, അവരുടെ TA, അവരുടെ മറ്റാനുകൂല്യങ്ങൾ, ഇതൊന്നും സർക്കാർ, തൊഴിലാളി വർഗ സർക്കാരാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ് ഭരിക്കുന്നത്. പിണറായിയാണ് നേതാവ്. പിണറായിയെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം ചെന്ന് പറഞ്ഞാൽ അത് ശരിയാണെങ്കിൽ ഗൗരവത്തിലെടുത്ത് ചർച്ച ചെയ്യും. പക്ഷെ അദ്ദേഹത്തെ ആരൊക്കെയോ വഴിതെറ്റിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയത്തിൽ പിന്നെ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒന്നിനും കൊള്ളില്ലാത്ത പാർട്ടിയായി മാറി. ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമില്ല. വെറുതെ വായിൽ വന്നത് കോതക്ക് പാട്ടെന്ന് പറയും. VT സതീശന്റെ വാ തുറന്നാൽ, ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിലും പട്ടി കൊരക്കണ പോലെയാണ്. വെറുതെ ഇങ്ങനെ വാവിട്ട് വർത്താനം പറയും. അതായത് സർക്കാർ സംവിധാനത്തിൽ പ്രതിപക്ഷം അവരുടെ റോള് നിർവഹിക്കുന്നില്ല. അവര് രമേശ് ചെന്നിത്തല ഒന്ന് പറയുന്നു, സതീശനൊന്ന് പറയുന്നു, സുധാകരൻ വേറൊന്ന് പറയുന്നു, KC വേണുഗോപാൽ വേറെ അവർ ശക്തമായി ഇരുന്നാൽ തീർച്ചയായും സർക്കാർ സംവിധാനം കറക്റ്റായിട്ട് പോകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അവര് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ അവര് നടത്തുന്ന ഏത് സമരമാണ് വിജയിച്ചിട്ട് ഒന്ന് പറ. ഈ ആശാവർക്കന്മാരുടെ സമരം ഇപ്പൊ അവരെ ഏറ്റെടുത്തിട്ടുണ്ട്. അവർക്ക് അന്ത്യശാസനം കൊടുത്തിരിക്കുക. അതൊന്നും ശരിയായ നടപടിയല്ല. അവരെ വിളിച്ചിരുത്തി വർത്താനം പറഞ്ഞ്, അവരേത് പാർട്ടിക്കാരായിക്കോട്ടെ അവരെ വിളിച്ചിരുത്തി കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യണം. ഈ ശമ്പളം ഇപ്പൊ MLA-മാർക്ക് ശമ്പളം വർദ്ധിപ്പിക്കും. എന്താണ് ഈ കാണിച്ചു കൂട്ടണം? 1600 രൂപ തന്നത് വലിയ കാര്യമോ? 1600 രൂപ ഈ ആളുകൾക്ക് കൊടുക്കുന്ന വലിയ കാര്യം. അതിലൊരു ഘടകം ഇപ്പൊ കൊടുക്കുമെന്നാണ് പറയുന്നത്. 1 രൂപ വർദ്ധിപ്പിച്ച MLA 140 MLA-മാർക്കും ഇപ്പൊ ശമ്പളം വർദ്ധിപ്പിക്കുന്നു, അവരുടെ ഭത്ത കൂട്ടുന്നു, അവരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നു, ഒക്കെ ചെയ്യാം. പഴയകാല രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച ആളെന്ന നിലയിൽ ചോദിക്കുകയാണ്, ഇന്നത്തെ നേതാക്കൾ ആരാണ് പ്രതീക്ഷ? എനിക്കങ്ങനെ പറയാൻ പറ്റുന്ന നേതാക്കന്മാരില്ല സത്യത്തിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാനം രാജേന്ദ്രന് ശേഷം ഈ പാർട്ടി നാമവിശേഷമാവുക CPI. കാനം രാജേന്ദ്രനെ കുറിച്ച് പറഞ്ഞല്ലോ, കാനം രാജേന്ദ്രനുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച്. സഖാവ് കാനവുമായിട്ട് എനിക്ക് അദ്ദേഹം AIYF-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം AITUCയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരെയും വിളിക്കും, സംസാരിക്കും, ഒരേപോലെ കാണും. അദ്ദേഹത്തിൻ്റെ നഷ്ടം എന്നെ വ്യക്തിപരമായിട്ട്, എനിക്ക് അദ്ദേഹം ഒന്നും ചെയ്തു തന്നിട്ടില്ല, പക്ഷേ അദ്ദേഹവുമായിട്ടുള്ള അടുപ്പം, അദ്ദേഹത്തിൻ്റെ വീട്ടുകാരുമായിട്ടുള്ള അടുപ്പം, അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടുള്ള അടുപ്പം, ഒരു പിതാവ് നഷ്ടപ്പെട്ടതിന് തുല്യനാണ് ഞാൻ. ഇപ്പോഴത്തെ സെക്രട്ടറി ബിനോയ് വിശ്വം ഒരു ഫോൺ കോൾ പോലും വിളിച്ചാൽ തന്നെ ഫോൺ കോൾ എടുക്കില്ല. എൻ്റെ അമ്മ മരിച്ചപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മയുടെ കൈകൊണ്ട് ചായയും ഭക്ഷണവും കഴിച്ചിട്ടുള്ള ആളാണ് സഖാവ് മജുനു കോമത്തും TM മുഹമ്മദ് യൂസുഫും ബിനോയ് വിശ്വമൊക്കെ. എൻ്റെ അമ്മ മരിച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം വലിയ തിരക്കിലായിരുന്നു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് അമ്മയെ ഞാൻ ചോദിച്ചതായിട്ട് പറയണമെന്ന്. എന്തൊരു കഷ്ടമാണ് സത്യത്തിൽ. എനിക്ക് അദ്ദേഹമാണ് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി. ഒന്നും പറയാനില്ല എനിക്ക്. AISF-ലൂടെയാണല്ലോ വളർന്നത്. വിദ്യാർത്ഥി ഫെഡറേഷനിലൂടെയാണ് പൊതുരാഷ്ട്രീയ രംഗത്തെ കടക്കുന്നത്. AISF-ന്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി, അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്നു. AISF-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ബിനോയ് വിശ്വം.
ഇന്ന് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയാണ്. ഇന്നത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയം അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇന്നത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തനി ഗുണ്ടായുസമാണ് നടക്കുന്നത്, തനി തെമ്മാടിത്തരമാണ്. അത് SFI ആയാലും KSU ആയാലും ASF ആയാലും കാണിക്കുന്നത് ശരിയായ നടപടിയില്ല. SFIയുടെ നിലപാടിൽ മാറ്റം വരുത്തണം. ഈ വിദ്യാർത്ഥി സമൂഹത്തെ നമ്മുടെ പ്രസ്ഥാനവുമായി കൂട്ടിയോജിപ്പിക്കുന്ന വലിയ പങ്ക് വഹിക്കുന്നവരാണ് AISF-ഉം SFI ഒക്കെ. പക്ഷെ അത് വേണ്ട രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അതാണ് എനിക്കതേക്കുറിച്ച് പറയാം. പിന്നെ മട്ടാഞ്ചേരിയിലെ എനിക്ക് 140 MLA-മാരിൽ ഏറ്റവും മികച്ച MLA ആരാണെന്ന് എന്നോട് മോള് ചോദിച്ചാൽ ഞാൻ പറയും അത് KJ മാക്സിയാണ്. എന്തുകൊണ്ടാണ് KJ മാക്സി MLA അങ്ങനെ? KJ മാക്സി മത്സരിക്കുമ്പോൾ CPM-ലുള്ള ആളുകൾ തന്നെ പറഞ്ഞത് ഈ ഗുണ്ടനെ നിർത്തിയിട്ട് വല്ല കാര്യമില്ല, ജയിക്കോ എന്നാണ് ചോദിച്ചത്. CPM-ന്ന് ചോദിച്ചു. CPM-ൻ്റെ ആളുകൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു നോക്കാം നമുക്ക്. അദ്ദേഹം എൻ്റെ വീട്ടിലേക്ക് നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് എന്നെ കാണാൻ വേണ്ടി എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഗേറ്റ് കൊടുന്ന് വരുമ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ തൊട്ടടുത്ത് ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞോ നമ്മുടെ MLA കയറി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം MLA ആയിട്ടില്ല. പുഞ്ചിരിച്ചിട്ട് എന്താണ് KB പറഞ്ഞത്? അദ്ദേഹം MLA ആയി, 2 തവണ MLA ആയി, ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു. അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും, പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം ചെന്ന് പറഞ്ഞാൽ കൊച്ചിയിലെ ജനങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു നാഥൻ, ഒരു സങ്കടം പറയാൻ ഒരാളുണ്ടല്ലോ എന്ന് തോന്നൽ സത്യത്തിൽ KJ മാക്സി MLA. ഇവിടെ ഒരുപാട് പേര് MLA ആയിട്ടുണ്ട്. MLA എന്നുള്ള ആ ഒരു ഉത്തരവാദിത്തം നിറവേറ്റാൻ തീരെ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്. അപ്പൊ ഒരു നേതാവിലും പ്രതീക്ഷയില്ല എന്ന് പറയുന്ന സഖാവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നേതാവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് KJ മാക്സി. TM മുഹമ്മദിന് ശേഷം അങ്ങനെ പറയാൻ പറ്റുമോ KJ മാക്സി MLA? TM മുഹമ്മദുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അങ്ങനെ താരതമ്യപ്പെടുത്തുന്നില്ല, ജനകീയത വന്നിട്ടുണ്ട്. ജനകീയ അതിനേക്കാളും വലിയ ജനകീയത, TM മുഹമ്മദിനേക്കാളും വലിയ ജനകീയത KJ മാക്സിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്ന TM അബു, TM മുഹമ്മദ്, ഇവർ രണ്ടുപേരോടുകൂടി പ്രവർത്തിക്കാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. എന്താണ് അതിൽ ആ ഒരു അനുഭവം, എന്താണ് ആ രാഷ്ട്രീയ അനുഭവം, എന്താണ്? കൊച്ചിയുടെ ചരിത്രം, TM അബുവിന്റെ ചരിത്രം 2 ദിവസം നമ്മളെ കണ്ടില്ലെങ്കിൽ അന്വേഷിക്കില്ല. അതേസമയത്ത് TM അബുവും TM മുഹമ്മദും നമ്മളെ ഒരു ദിവസമെങ്കിലും കണ്ടില്ലെങ്കിൽ അന്വേഷിക്കും. അന്വേഷിച്ച് പിറ്റേ ദിവസം നമ്മുടെ വീട്ടിൽ വരും. എന്തു പറ്റി, എന്താണ് സംഭവം ചോദിക്കും. TM അബു ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. TM അബുവുമായിട്ട് എനിക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും. പക്ഷേ അദ്ദേഹം കണ്ടില്ലെങ്കിൽ അന്വേഷിക്കും എന്ത് പറ്റി. ഇന്നതില്ല, ഇന്ന് കണ്ടില്ലെങ്കിൽ ആ പയം പോയത് രക്ഷപ്പെട്ടു എന്ന് പറയുന്ന അവസ്ഥയാണ്. ആ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്നില്ല. ഒരു ആത്മാർത്ഥതയില്ല. സഖാക്കൾ തമ്മിൽ ഒരു പൊരുത്തം ഇല്ല. ആത്മാർത്ഥതയും പൊരുത്തവും ഒന്നുമില്ലാതെയാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു പ്രായത്തിലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള മനസ്സ് സഖാവിനുണ്ട്. ഒരു തർക്കം വേണ്ട. ജീവിതകാലം മുഴുവനും അങ്ങനെ തന്നെ പ്രവർത്തിക്കും. വളരെ ഇവിടെ എല്ലാ നേതാക്കന്മാർക്കും സ്വന്തം വീടുണ്ടായിട്ടുണ്ട്. KB ഹനീഫിന് സ്വന്തം വീടില്ല. എനിക്ക് വീടുണ്ടാക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ ഈ കൈ ശുദ്ധമാണ്. എൻ്റെ ഭാര്യയുടെ ഒരു ആഗ്രഹം അവൾക്ക് സ്വന്തം വീട്ടിൽ കിടന്ന് മരിക്കണമെന്നാണ്. അത് സാധിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയുമോ എന്നുള്ളതാണ് ഇപ്പം എൻ്റെ ഒരു പേടി. സാധിച്ചു കൊടുക്കാൻ കഴിയണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഒരു സ്വന്തം ഭവനത്തിൽ കിടന്ന് മരിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. പക്ഷെ ഞാൻ ഈ പാർട്ടിയിലേക്ക് വന്നപ്പോൾ എല്ലാവർക്കും വീടുണ്ടാവുമ്പോൾ അക്കൂട്ടത്തിലൊരു വീട് എനിക്കുണ്ടായാൽ മതി എന്നുള്ള ആഗ്രഹമാണ് ഇപ്പോഴും ഉള്ളത്. സഫലീകരിക്കട്ടെ. മട്ടാഞ്ചേരി ചരിത്രത്തിൽ ഇനിയും ഒരുപാട് രാഷ്ട്രീയ ഏടുകൾ രചിക്കാൻ സഖാവിനെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.
2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ.